ഹേ ഗായ്സ്, അപ്പോ തുടരും മൂവി, നമ്മുടെ ലാലേട്ടന്റെ തുടരും മൂവി കണ്ടിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. സത്യം പറഞ്ഞ ആ ഒരു എക്സൈറ്റ്മെന്റ് അങ്ങ് മാറാതെ സത്യം അതുകൊണ്ട് ഡ്രൈവ് ചെയ്തുകൊണ്ട് റിവ്യൂ എടുക്കുന്ന കേട്ടാ. അത്രയ്ക്ക് അടിപൊളി പടമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലാലേട്ടന്റെ കുറേ നാളായി തിയേറ്ററിൽ എക്സ്പീരിയൻസ്. അപ്പൊ ഞാൻ അതുകൊണ്ടായിട്ടോ എടുക്കുന്നത്. അത്ര അപ്പൊ പടം കണ്ടിറങ്ങുമ്പോൾ നമുക്കൊരു റൊമാൻറ്റിഫിക്കേഷൻ മൊമെന്റ് ഉണ്ടല്ലോ, ആ സാധനം അങ്ങ് അതേപോലെ അങ്ങ് വീഡിയോ എടുക്കാതെ വിചാരിച്ചു. സത്യമായിട്ടെ എന്താ പറയുന്നേ, കുറേ എലമെന്റ്സ്. കാരണം ഇത് നമ്മൾ പ്രതീക്ഷിക്കാതെ പോയ, അല്ലെങ്കിൽ ഈ തുടരും മൂവിക്ക് അധികം പ്രൊമോഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ പണ്ടത്തെ നേരത്തെ മൂവീസ്, കുറേ മൂവീസിനെ പോലെ അങ്ങനെ ഭയങ്കര ഹൈപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. വലിയ ഇന്റർവ്യൂസ് ഒന്നും അധികം ഞാൻ കണ്ടില്ല. നമ്മൾ എമ്പുരാന്റെ ഒരു പിന്നെ ഇടയിൽ ഈ പടം അങ്ങ് നൈസായിട്ട് റിലീസ് ചെയ്ത പടം ഇല്ലേ. അപ്പം അങ്ങനെ പോയി കണ്ട പടവാ അത്. സത്യം കേട്ടോ, നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യാതെ പോയി കണ്ടിട്ട് ബിരിയാണി കിട്ടിയ അവസ്ഥ അതാണ്. സത്യം കേട്ടോ. അതായത് നമ്മള് ഈ പ്രൊമോഷനിലും പാട്ടുകളിലും ടിവിയിലും എല്ലാത്തിലും മൊബൈലിലും കണ്ടുള്ളതെല്ലാം ആ പാട്ട് ഒരു കുടുംബ ചിത്രം കണ്ടിട്ട് പക്ഷെ ട്രെയിലർ കണ്ടപ്പോഴും അവിടെ എവിടേക്കോ തൊടാതൊക്കെ പോയില്ലേ. പക്ഷെ സംവിധായകൻ തരുൺ മൂർത്തി പുള്ളിയുടെ ഒരുപാട് നാളായി ലാലേട്ടനിലെ ആക്ടറിനെ ഇത്ര യൂസ് ചെയ്തിട്ടുള്ള ഒരു പറയാതിരിക്കാൻ വയ്യ. പുള്ളിയുടെ മുമ്പത്തെ മൂവി നോക്കി കഴിഞ്ഞാൽ നമ്മളെ പിന്നെ ഏതൊക്കെയായിരുന്നു, ഓപ്പറേഷൻ ജാവ ഗൈസ്, സീരിയസ്ലി നല്ല അടിപൊളി ഒരു സിനിമ കേട്ടോ. അതും നല്ല സസ്പെൻസ് ത്രില്ലറാണ് ഓപ്പറേഷൻ ജാവ. നല്ല ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ഉണ്ട്. നല്ല മൂവി. സൗദി അത് ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആണ് മൂവിയാണ്. എന്താ പറയണ, പുള്ളി ഇതാ ഇപ്പൊ എടുത്തു വെച്ചേക്കുന്നത് വേറെ ലെവൽ. ഇത് എവിടെ ചെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ഒരു ഓപ്പൺലി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഹാഫ് ടൈം വരെ ഞാൻ കണ്ടപ്പം ഇതൊരു നോർമൽ മൂവി ഞാൻ അങ്ങനെ കണ്ടോണ്ടിരുന്ന. സത്യം പറഞ്ഞ ഹാഫ് ടൈം വരെ പടം ഒന്നും ഇല്ല. പക്ഷെ നമ്മളിപ്പോ കാണുന്നത് മാറ്റിനി ഷോ ആണ്. ഇന്ന് രാവിലെ തൊട്ട് മൊബൈലിൽ ഓൺ ആക്കിയതില്ല. കാര്യം രാവിലെ പോകാൻ പറ്റാത്ത ഒരു ചടങ്ങുള്ളതുകൊണ്ട് നമുക്ക് രാവിലെ പോകാൻ പറ്റില്ല. പക്ഷെ ഇതൊരു കട്ട ലാലേട്ടൻ ഫാനാണ്. പക്ഷെ എന്നാലും പടം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാം. പക്ഷെ എനിക്ക് അങ്ങനെ നെഗറ്റീവ്സ് അങ്ങനെ പറയാനൊന്നുമില്ല ഈ പടത്തില്. എനിക്ക് കുറച്ച് നെഗറ്റീവ്സ് പറയാന്ന് വെച്ചാൽ, എനിക്ക് ശോഭനയുടെ ഡബിങ്ങിൽ എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉള്ളവർക്ക് തോന്നിയേ. അപ്പൊ നിങ്ങൾ ഈ പടം ഓൺ സെക്കൻഡ് നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കാണണം. കാരണം ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോയി കാണാനുള്ള ഉണ്ട് പടത്തില്. ഒരുപാട് നാളായി ലാലേട്ടൻ ഇങ്ങനെ കുറെ ഇപ്പം അടുപ്പിച്ച് കുറെ പടങ്ങൾ ഇങ്ങനെ ഫ്ലോപ്പ് ആവുന്നു. അങ്ങനൊക്കെ ഒരു പേരുണ്ടല്ലോ അല്ലെ. കുറച്ച് റീസെന്റ് പടങ്ങൾ നമ്മളെ വലയക്കോട്ടെ വാലിബൻ, പിന്നെ അത് കഴിഞ്ഞിറങ്ങിയ ഒരുപാട് പടങ്ങളല്ലേ, ഒരുപാട് നല്ലൊരു ഫീൽ ഗുഡ് കിട്ടി, അല്ലെങ്കിൽ ഒരു നല്ലൊരു നമ്മൾ പിടിച്ചിരുത്തുന്ന ഒരു സാധനം കിട്ടിയിട്ട് കുറച്ച് നാളായി. ഇത് അങ്ങനത്തെ ഒരു പിടിച്ചിരുത്തുന്ന ഒരു സാധനമാണ്. നല്ലൊരു പടം, നല്ല ഹാഫ് ടൈം വരെ ഒരു നോർമൽ പടം. ഹാഫ് ടൈം കഴിഞ്ഞ് പടത്തിനെ ലിഫ്റ്റ് ചെയ്തുകൊണ്ടൊരു പോക്കുണ്ട്. അതൊരു വേറെ ലെവലാണ്. പിന്നെ ഒരു കാര്യം, ഈ പടത്തിൽ ഇത്രയും സക്സസ് ആക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ വില്ലൻ സൈഡ് അത്രയ്ക്ക് ലാലേട്ടന്റെ ഒരു പടി മുമ്പിൽ നിൽക്കുക. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തേ. നമ്മുടെ അതിനകത്ത് മെയിൻ ക്യാരക്ടർ നമ്മുടെ ബിനു പപ്പു. പുള്ളിയുടെ ആക്ടിങ് എനിക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. പുള്ളി വേറെ ലെവലാണ്. അത് സൗദി വെള്ളക്കേരി ഉണ്ട്, നമ്മുടെ ഓപ്പറേഷൻ ജാവയിലുണ്ടല്ലോ. പുള്ളി ഡയറക്ട് ചെയ്ത എല്ലാ പടത്തിലും പുള്ളി രക്ഷയില്ല കേട്ടോ. പുള്ളി പ്രൂവ് ചെയ്ത കാര്യം അത്. പുള്ളി എന്തോരം പടങ്ങളില് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പടത്തിൽ അതേപോലെ പ്രകാശ് വർമ്മ ഒരു ആഡ് ഫിലിം ഡയറക്ടറാണ്, ഒരുപാട് ഫേമസ് ആണ്. എനിക്കൊന്നും അറിയത്തില്ലോ ചേട്ടൻ ഈ ഫിലിമിനെ ഇതിനെപ്പറ്റി എല്ലാരെ പറ്റി എല്ലാം അറിയാം. സസ്പെൻസ് ആയിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ സ്പോയിലർ ആയിട്ടൊന്നും പറയാനില്ല. നിങ്ങൾ എന്തായാലും മൂവി ഒന്ന് കണ്ടു നോക്ക്, ഇഷ്ടപ്പെടും കേട്ടോ. സീരിയസ്ലി ഇഷ്ടപ്പെടും. നല്ലൊരു, എനിക്ക് എവിടേക്ക് ഒരു പല സിറ്റുവേഷനിലും ഒരു ഫാമിലി സേവ് ചെയ്യുന്ന ഒരു മാനാണല്ലോ, ഫാമിലി സേവർ, നമ്മളെ ദൃശ്യം പോലെ. അപ്പൊ ആ ഒരു എഫക്ട് എവിടേക്കോ തട്ടാതെ പോയിട്ടുണ്ട്. കമ്പയർ ഇല്ലല്ല, അങ്ങനെ കണക്ഷൻ ഒന്നുമില്ല, കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഫാമിലിക്ക് വേണ്ടി സേവ് ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് എവിടേക്കോ ഒരു ദൃശ്യം ഫീല് കിട്ടും. പക്ഷെ ആ പടം ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല, യാതൊരു റിപ്പീറ്റേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് ഫീൽ ചെയ്ത കാര്യം പറഞ്ഞത്. പക്ഷെ ഇത് നമ്മളിപ്പം കണ്ട ഉടനെ
അത്രയും ഒരു ഇതിന്റെ പുറത്ത് പറയാ മേ ബി ഇച്ചിരി അത് ശരി കേട്ടോ. നമ്മള് മേ ബി ഇച്ചിരി കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ തിങ്ക് ചെയ്യും അങ്ങനൊക്കെ ആക്കാമായിരുന്നു. ഫേസ്ബുക്കിൽ കയറി റിവ്യൂ ഒന്നും കണ്ടില്ല. ഇന്ന് രാവിലെ തൊട്ട് വേറെ പരിപാടി തിരക്കായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഞാൻ ഇന്നത്തെ ദിവസം ഫോണെ ഓപ്പൺ ചെയ്ത് വേറെ റിവ്യൂ, അല്ലെങ്കിൽ ലാലേട്ടന്റെ ഒക്കെ സിനിമ ഇറങ്ങുമ്പോൾ എല്ലാ റിവ്യൂസും കാണും. പക്ഷെ ഇന്നൊരു റിവ്യൂസും ഞാൻ കണ്ടിട്ടില്ല. ഒരു റിവ്യൂ കാണാതെ പ്ലെയിൻ ആയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി എന്തുവാണ് ഈ വെള്ളത്തിനെ പറ്റി മറ്റുള്ളവർ പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല സത്യം കേട്ടോ. അപ്പൊ എന്തായാലും പിന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ കഥയുടെ വേറെ മാറ്റി വെച്ചാലെങ്കിൽ ഈ നാട്ടും പ്രദേശത്തിലൊക്കെ ആയിട്ട് ലാലേട്ടനെ അത്രയും സിങ്ക് ആവുന്നുണ്ട്. മുണ്ടൂരി പഴയ ആടുതോമ. എനിക്ക് സത്യം ആ സീൻ കണ്ടപ്പോ പഴയ ആടുതോമയുടെ അതിത്ത് സത്യം ലാലേട്ടൻ തരുന്ന ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ടല്ലോ, അതൊരു വേറെ ലെവലാണ്. അത് നിറഞ്ഞു നിൽക്കും. ഇതും കയ്യിലും അല്ലെങ്കിൽ മുണ്ടോ ഷർട്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട, ഒരു രക്ഷയില്ല. അതിനകത്തൊരു ജമ്പിങ് സീനുണ്ട്, പോലീസ് സ്റ്റേഷനിൽ ഒരു ജമ്പിങ് സീൻ. അതൊരു രക്ഷയില്ല സത്യത്തിൽ. ആരും കൈയടിക്കുന്നില്ല കൈ തിയേറ്ററിൽ ഇരുന്നിട്ട്. എനിക്ക് കുറച്ച് ഈ പടേ നമുക്ക് കുറച്ച് നല്ല അടിപൊളി ഓഡിയൻസ് കൊണ്ടിരുന്ന് കാണണം, എന്നാലും സൂഹിക്കൂ. ട്രിവാൻഡ്രത്ത് പോയി കാണണം. കാരണം എത്ര സീനിൽ കൈയടിയിട്ടുള്ള സീനാണെന്നറിയോ. ഞാൻ അലറി, ശ്രദ്ധിച്ചായിരുന്നാ? ഞാൻ അലറി, പക്ഷെ വേറെ ആരും അലറിയില്ല. പിന്നെ ഒരുപാട് സെൽഫ് ട്രോളൊക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത്. അതൊക്കെ എൻജോയ് ചെയ്ത്. അതും ലാലേട്ടന് എൻജോയ് ചെയ്യുന്നുള്ള. ഇപ്പം കഞ്ഞി എടുക്കട്ടെ മാണിക്ക, പിന്നെ അതുപോലെ തന്നെ ബാക്കി പറഞ്ഞു കഴിഞ്ഞാല് അല്ല അത് പറയല്ലോ കോമഡി, വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞ ലാലേട്ടന് കുറെ ഡയലോഗ്സ് ട്രോളായില്ലേ. ട്രോള് മാത്രമല്ല ആ പടങ്ങൾ പോലും നല്ല ഫ്ലോപ്പ് ആയിരുന്നു. അപ്പം അത് ലാലേട്ടൻ എൻജോയ് ചെയ്യുന്നുള്ളതാ. കാരണം ലാലേട്ടനെ ട്രോൾ ചെയ്തിട്ടുണ്ട് ഈ പടത്തില്. അത് നിങ്ങൾക്ക് കാണാം. അല്ലേ? ഇത് മാത്രമല്ല കുറെ സീക്വൻസ് ഉണ്ട്, രസമുണ്ട് കേട്ടോ അതൊക്കെ. പിന്നെ നമ്മുടെ ലാലേട്ടൻ ശോഭന കോംബോ ഇല്ലേ, അത് കുറെ നമ്മളെ എല്ലാരും ഒരു പ്രൈം ടൈമില് നമ്മൾ ഏറ്റവും കണ്ട് നടന്ന ഒരുപാട് പടങ്ങളുണ്ട്. അപ്പം ആ ഒരു കോംബോ തിരിച്ചു വന്നതിൽ ഭയങ്കര സന്തോഷം. വന്നത് മാത്രമല്ല, ആൾക്കാരെ ഫാമിലിയെ കൂടുതലായിട്ട് തിയേറ്ററിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ഇത് മാത്രമായിരുന്നു അത്. എന്തായാലും എനിക്ക് ആ വണ്ടിയോടും ഭയങ്കര പ്രണയം തോന്നി. എവിടെയൊക്കെയോ അംബാസിഡർ പുള്ളിയോട്, വണ്ടിയോടുള്ള പുള്ളിയുടെ സ്നേഹം. പിന്നെ ഒരുപാട് പിന്നെ എന്താ പറഞ്ഞ മഴയൊക്കെ ഒരുപാട് പ്രത്യേക ഒരു കൊടുത്തിട്ടുണ്ട്. പിന്നെ കാട്, ആനകള്, എന്തോ പടം നല്ലൊരു രസമുണ്ട് കണ്ടിരിക്കാൻ. എത്ര ഡ്യൂറേഷൻ ഉണ്ട് പടത്തിന്? 2:45. നമ്മള് പോയത് ഫസ്റ്റ് ഹാഫ് ശരിക്കും പലപ്പോഴും പല സ്ഥലങ്ങളിൽ നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് തോന്നി. പക്ഷെ അത് നന്നായി. ഫസ്റ്റ് ഹാഫ് നമുക്ക് ഒന്നും പ്രതീക്ഷിക്കാതിരുന്നിട്ട് ടക്കിന് കഥ മാറിയപ്പോ നമുക്ക് അടിപൊളി എന്നൊരു ഫീൽ കിട്ടി. പിന്നെ അങ്ങനെ എനിക്കിങ്ങനെ നെഗറ്റീവ് പറയാനുണ്ടെന്നില്ല പടത്തില്. വേറെ നൈസായിരുന്നു. പിന്നെന്തോ കാസ്റ്റിംഗ് ഒക്കെ കറക്റ്റ് ആയിരുന്നില്ല, അടിപൊളിയല്ലേ അല്ലേ? വേണ്ട ആൾക്കാരെ മാത്രം പ്ലേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആരെ കുത്തിക്കയറ്റിയ ഫീൽ ഒന്നും ഇല്ലായിരുന്നു. ഒരു സാധാരണ നമുക്ക് അങ്ങനെ സിനിമയെ കീറി മുറിച്ച് സംസാരിക്കാനൊന്നും അറിയത്തില്ല. പലരും പറയുന്നത് പോലെ ഇപ്പം പ്രോപ്പർ റിവ്യൂ അല്ല ഇതൊരു. നിങ്ങളെ പോലെ ഞാൻ കണ്ടു പറഞ്ഞു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നമ്മളെ റിവ്യൂ കണ്ടിട്ട് പടം കാണാതിരിക്കുക, അതൊക്കെ അവരവരുടെ ഇഷ്ടം. അതാണ് നമ്മളൊരു സാധാരണ ഇപ്പം സിനിമ ആ ആംഗിൾ അവിടുന്ന് എടുത്തിരുന്നെങ്കിൽ 0.5 എടുത്തിരുന്നെങ്കിൽ അത് കറക്റ്റ് ആയത്. ഈ ആംഗിൾ അവിടുന്ന് കുറച്ചുകൂടി ലൈറ്റിംഗ് ആവായിരുന്നു. അങ്ങനെയൊക്കെ പറയുന്ന റിവ്യൂ ഒന്നും അല്ല. നമ്മൾ നോർമൽ ഒരു റിവ്യൂ എന്ന് പറയണ്ട, നമ്മളൊരു സിനിമ കണ്ട നമ്മളൊരു അഭിപ്രായം അത്രയും നോക്കിയാൽ മതി. പിന്നെ പാട്ടുകള് എം.ജി. ശ്രീകുമാറിന്റെ പാട്ടുകൾ പിന്നെ അത് നല്ലൊരു സൂപ്പർ ആയിട്ടുണ്ട്. സന്തോഷം തോന്നി കണ്ടോണ്ടിരിക്കുമ്പോ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊള്ളാം, നന്നായിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു നല്ലൊരു പുള്ളിയുടെ കുറച്ച് ഇത് ഓപ്പണായിട്ട് പറഞ്ഞാലേ മോഹൻലാലിനെ അങ്ങനെ ഭയങ്കര മാസായിട്ട് എൻഹാൻസ് അങ്ങനെ ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ചെയ്യായിരുന്നു, പല സിറ്റുവേഷനിലും ചെയ്യായിരുന്നു. നമുക്ക് തന്നെ തോന്നും ആ ഒരു നടത്തേക്ക് വേണം, അങ്ങനെയൊക്കെ ഒന്ന് വേണം, മാസ് വേണമെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ മാസായിട്ട് പ്രൊജക്ട് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ല അല്ലേ? പിന്നെ ഫൈറ്റ് പൊള്ളി അടി എനിക്ക് ഇഷ്ടപ്പെട്ട്. നമ്മൾ പുലിമുരുകനിലും അങ്ങനത്തെ കുറെ മൂവികളിലും മിസ് ചെയ്തൊരു അടിയുണ്ട്. ആ അടി ഇതിനകത്ത് കിട്ടി. അല്ലേ സ്റ്റേഷൻ സീനിലേക്ക് അടി കിട്ടിയില്ലേ? അടിപൊളി അടിയല്ലായിരുന്നോ? അതാ കിട്ടി. പിന്നെ എല്ലാരും പോയി കാണുക. അതെ. ശോഭനയുടെ നമ്മളത് പറഞ്ഞത് ഇതിനകത്ത് കുറ്റമായിട്ടല്ല പറഞ്ഞത്. കാരണം ഇതിനകത്ത് നമ്മൾ ഇത്രയും നാൾ കണ്ട ശോഭനയുടെ ഒരു വോയിസ്, ശോഭന മേഡത്തിന്റെ ഒരു വോയിസ് ഉണ്ടല്ലോ പല സിനിമകളിലെ. അപ്പൊ അതല്ല ഇതിനകത്ത്. അതൊരു എനിക്ക് തമിഴ് ക്യാരക്ടർ അതുകൊണ്ടായിരിക്കും. പക്ഷെ പെട്ടെന്ന് നമുക്കൊരു ഇതായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ. ഇപ്പൊ അല്ലു അർജുന്റെ വോയിസ് നമുക്ക് അറിയാലോ ആരാണ് ഡബ് ചെയ്യുന്നത്. അപ്പൊ അല്ലു അർജുന്റെ വോയിസ് ഒന്ന് മാറി വേറൊരാൾ ഡബ് ചെയ്താൽ നമുക്ക് സൂചിക്കത്തില്ല. ആ ഒരവസ്ഥ, അത്രേ ഉള്ളൂ.
പിന്നെ അതുപോലെ തന്നെ ഞാൻ ദൃശ്യത്തിന്റെ റെഫറൻസ് പറയാൻ കാരണം ലാലേട്ടന്റെ ഫാമിലി ദ്രോഹിക്കുന്നത് കാണുമ്പോഴും ആ ഒരു സ്റ്റൈൽ ഓഫ് ദൃശ്യം നമുക്ക് ഫീൽ ചെയ്തില്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്നാലും അതെ അതെ സൂപ്പർ. ഈ ഇതണക്കത്തെ പടങ്ങളൊക്കെ സത്യത്തിൽ ലാലേട്ടൻ ഇതേപോലത്തെ പടങ്ങളൊക്കെ ഇനി ഉണ്ടാവട്ടെ. ലാലേട്ടൻ ഒരുപാട് നാളായിട്ട് എല്ലാ മലയാളി മോഹൻലാൽ ഫാൻസ് അല്ല, എല്ലാ തരം മലയാളികളും മിസ് ചെയ്തിട്ടിരിക്കുന്ന ഒരു പ്രത്യേക ഒരു എന്താ പറഞ്ഞ ഒരു ലാലിസം ഇതിനകത്തുണ്ട്. ഉണ്ട്. അത് പിന്നെ ഇപ്പം എമ്പുരാൻ ആയിക്കോട്ടെ ഇതോടെ തിരിച്ച് വന്നിട്ടിരിക്കേ അടുത്തതിന് പടങ്ങളിലൊക്കെ അത് പ്രൂവ് ചെയ്യട്ടെ. ഇതിപ്പം ആൾക്കാർ ഇതില് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എമ്പുരാൻ സെക്കൻഡ് ആയി പോകും. അതേപോലെയാണ് സത്യം. പലർക്കും ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് എമ്പുരാനും ഇതൊന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, രണ്ടും ഡിഫറെന്റ് ജോണർ മൂവിയാണ്. പക്ഷെ എങ്കിൽ പോലും എമ്പുരാൻ കണ്ടിറങ്ങിയതിനെക്കാട്ടിലും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. അത് ഓപ്പൺ ആയിട്ട് പറയാം. അത് ചിലപ്പോൾ 100 കോടി 250 കോടി മേക്കിങ്ങിൽ ഉണ്ടാക്കിയ പടമായിരിക്കാം കണ്ടത്. എമ്പുരാൻ ഞാൻ ചേട്ടനോട് പോയി കണ്ടത് 6 മണിക്ക് ഷോയ്ക്കാ കണ്ടത്. എന്നിട്ട് നമ്മൾ അത്രയും ഇതായിട്ടൊക്കെ കണ്ടത്. പക്ഷെ നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ല. പടം മോശമാണെന്നല്ല, ടെക്നിക്കൽ വൈസും പടം അടിപൊളിയാണ്. പക്ഷെ നമ്മളെന്നാൽ പ്രേക്ഷകനെ 100% അതങ്ങോട്ട് സാറ്റിസ്ഫൈ ചെയ്തില്ല. പക്ഷെ ഇത് സാറ്റിസ്ഫൈ ചെയ്തു. അതുകൊണ്ടാണ് റിവ്യൂ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇനി നമുക്ക് ഇങ്ങനെ പടത്തെ പറ്റി ആലോചിക്കുമ്പോൾ ഓരോന്നൊക്കെ വരും. ഇതിപ്പോ ഞാൻ പടം കണ്ടിറങ്ങി 1 കിലോമീറ്റർ പോലും ആയില്ല അപ്പോഴത്തേക്ക് നമ്മൾ റിവ്യൂ എടുത്തത്. അപ്പൊ അത്രേ ഉള്ളു ഗൈസ്. അപ്പൊ നേരെ നമ്മള് ചെമ്മേലോട്ട് പോവാണ്, മൃദുലയുടെ വീട്ടിലോട്ട് പോവാണ്. അൻപും എല്ലാരും അവിടെ കേട്ടോ. അപ്പം തുടരും സിനിമ തന്നെ തുടരും. ലാസ്റ്റ് അത് എഴുതി കാണിക്കും.